അപ്പോൾ നമുക്കിന്ന് വന്നേക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണിത്. ഒരു മൈക്കാണ്, കുറച്ചധികം റിസർച്ചൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ വാങ്ങിയൊരു മൈക്കാണ്. എന്നാലും സ്റ്റിൽ ഞാൻ ഇതിൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനാണ്. കംപ്ലീറ്റ് ആയിട്ടൊരു നല്ല റിവ്യൂ ഈ മൈക്കിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും എനിക്ക് കാണാനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ വാങ്ങിയ ഒരു സാധനമാണ്. ഇതിൻ്റെ ഒരു ജെനുവിനായിട്ടൊരു യൂസർ റിവ്യൂ ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഡിജിടെക്കിൻ്റെ മൈക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തിപ്പം എനിക്കിതിൽ ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ബട്ടൺ സിസ്റ്റമാണ്. ഈ ചെറിയ ടൈപ്പിലുള്ള ഈ സംഭവമാണ്. അപ്പോൾ ഈ മൈക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് മാഗ്നറ്റ് വെച്ച് അറ്റാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ എൻ്റെ ഒരു ഫീച്ചർ എഴുതിയേക്കുന്നത് ടൈപ്പ് C to C ഉണ്ട്, ടൈപ്പ് C to ലൈറ്റ്നിങ് കൺവെർട്ടറും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഐഫോണൊക്കെ ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ടോട്ടൽ എനിക്ക് ചിലവായെന്ന് പറഞ്ഞാൽ 3800 ആണ് എനിക്ക് ചിലവായ എമൗണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കിത് എന്തുവാന്നുള്ളത് പൊട്ടിച്ച് നോക്കാം, ഇതിൻ്റെ അകത്ത് എത്ര ഏതുണ്ടെന്നുള്ളത്. പക്ഷേ ചാർജൊക്കെ നല്ല രീതിയിൽ നിൽക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് വായിച്ച് മനസ്സിലാക്കാം. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അപ്പോഴത്തേക്കും മനസ്സിലാവും എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം. എന്തായാലും നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. കൊള്ളാം അല്ലേ, നൈസായിട്ടുണ്ട്, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്, എനിക്ക് പ്രൊമോഷനായിട്ടൊന്നും കിട്ടിയല്ല. എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. വില കുറയും എന്ന് പറഞ്ഞിട്ട് ഞാൻ ആമസോണിൽ ഇപ്പോൾ ഒരു സെയിൽ വന്നല്ലേ, 12th മുതൽ 14th വരെ പ്രൈം സെയിൽ. അന്നേരം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് നോക്കിയിരിക്കുമായിരുന്നു, പക്ഷേങ്കിൽ ഒരു ചേഞ്ചും ഉണ്ടായില്ല. എന്നിട്ടാണ് ഞാൻ അതേ എമൗണ്ട് കൊടുത്ത് തന്നെ വാങ്ങിച്ചു. ഇതാണ് നമ്മുടെ മൈക്കിൻ്റെ കേസാണിത്. വർക്കാവുമെന്ന് നോക്കാം. കർത്താവ്, ഇത് വർക്കാവുന്നില്ലല്ലോ. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇത് വർക്കാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇതിങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ സാധനം വരേണ്ടതാണ്, പക്ഷേ എന്തോ തെളിഞ്ഞൊന്നും വരുന്നില്ല കേട്ടോ. ലൈറ്റും തെളിഞ്ഞ് വരുന്നില്ല. കണ്ടോ, എങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം എന്ന്. പക്ഷേ മൈക്ക് വളരെ ചെറുതാണ് കേട്ടോ, വളരെ വളരെ ചെറിയ മൈക്കാണ്. പക്ഷെ വേറെ ആരും ഉപയോഗിച്ചൊരു ഫീലൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ അകത്ത്. ഓണായി മൈക്ക് ഓണായി. കണ്ടോ, ലൈറ്റ് കണ്ടോ, മൈക്ക് ഓണായതിൻ്റെ ആ ലൈറ്റ്. പക്ഷേങ്കിൽ ഇവിടുത്തെ ഇത് തെളിഞ്ഞ് വന്നില്ല. ഇനി അത് ചാർജ് ചെയ്താലേ വരുള്ളൂ എന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ചാർജ് ആവുന്നതിൻ്റെ ഒരു പോർട്ടാണ്. കണ്ടോ, ഇതിൻ്റെ ഒരു ഇതുണ്ട്, ചാർജ് ആവുന്നതിനുള്ളതാണ്. ഇതിൻ്റെ അകത്ത് തന്നെ 2 പിന്നുണ്ട്. ആ പിന്നിൽ നമ്മൾ ഇത് കറക്റ്റ് അത് വരുന്ന പൊസിഷനിലോട്ട് നമ്മൾ തിരിച്ച് വയ്ക്കുമ്പോൾ ചാർജ് ആവും. അവിടെ ഒരു ചെറുതായിട്ട് ചാർജ് ആവും. കണ്ടോ, പക്ഷേ ഇവിടെ തെളിഞ്ഞ് വരുന്നില്ല. അടിച്ച് പോയതാണോ എന്നറിയില്ല. ദൈവമേ, ഈ കേസിൻ്റെ ചാർജർ ഉണ്ടോ ഇവിടെ? ചെറു ഇനി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ഇതിൻ്റെ അകത്ത്. ഇൻസ്ട്രക്ഷൻ മാനുവൽ ഇതിൽ ഈ പിക്ചറിൽ തെളിഞ്ഞ് വരുന്നിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷെ തെളിഞ്ഞ് വരുന്നില്ല കേട്ടോ ലൈറ്റ്. നോക്കാം എന്തോന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കി എന്താണ് പ്രശ്നം കണ്ടുപിടിക്കണമല്ലോ. പക്ഷേ ആമസോണിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന് റിട്ടേൺ പോളിസി ഇല്ല. അങ്ങനൊരു ഗുണം ആമസോൺ ചെയ്യുന്നുണ്ട്. ഇത് സർവീസ് വാറണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ സൈറ്റ് വഴി തന്നെ നമ്മൾ ചെയ്യണം. പക്ഷേ അതും കുറച്ച് വള്ളി കേസാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയതുണ്ടോ. ഇത് മറ്റേ നമ്മുടെ ആപ്പിൾ ഫോണിൽ കണക്ട് ചെയ്യുന്നതിനുള്ളതാണ്. ഇതിപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ഈ സിസ്റ്റം എടുത്തിട്ട് ഇതിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് ഇതിനിങ്ങനെ ഈ C ടൈപ്പ് നമ്മളിവിടെ പ്രസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ ഫോണിൻ്റെ ആപ്പിൾ ഫോണിൻ്റെ ചാർജറിൻ്റെ ആ പോർട്ടിൽ നമ്മൾ കണക്ട് ചെയ്താൽ മതി. പിന്നെ ഇതങ്ങ് വർക്കായിക്കോളും. മറ്റേത് നമ്മളിതുമായിട്ട് കണക്ട് ചെയ്താൽ മതി. ഇങ്ങനെയാണ് സിസ്റ്റം. ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേറ്റർ രണ്ട് സാധനം താഴെയാണ് കേട്ടോ. അതും ഇവിടെയും നമുക്ക് കാണാൻ പറ്റും. ഒരു കോപ്പറിലുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള സംഭവം ചാർജിങ് ഇൻഡിക്കേറ്റർ. ഓണായി. ഓ മൈ ഗാഡ്, ഓണായി. നമ്മൾ അത് എടുക്കാത്തതുണ്ടായിരുന്നു കേട്ടോ. 100% കാണിച്ച് ഉടനെ 99 ആയി. അതെന്തൊരു പരിപാടി? അത് ഓഫായി. കൊള്ളാം കേട്ടോ. അപ്പോൾ ഇനി ഓണാവുമോ? അങ്ങനെ ഓണാവുന്നില്ല കേട്ടോ. അതങ്ങനെ ഓണാവുന്നില്ല. ഓക്കെ ഫൈൻ, എന്തായാലും നോക്കാം. അവിടെ ഇരിക്കട്ടെ. ഓക്കെ, മാറ്റി വെച്ചോ. ഇത് C to C ആണ്. C to C കണക്ടർ OTG. ഇത് നമ്മുടെ മൈക്കിൽ കണക്ട് ചെയ്യാനുള്ള ക്ലിപ്പ്. ഇത് മറ്റേ വിൻഡിൻ്റെ ആണ്, വിൻഡ് വൂളാണ്.
നമ്മുടെ മൈക്കിൽ തന്നെ വെക്കാൻ പറ്റുന്നതാണ്. ഇത് വിൻഡ് കൂളാണ് കണ്ടോ, മൈക്കിൽ ഇങ്ങനെ വെച്ചിട്ട് വെക്കാം. ഇതാണ് ഇതിൻ്റെ ചാർജിങ് കേബിൾ കണ്ടോ. ക്യാമറയിലൊക്കെ കണക്ട് ചെയ്യാൻ DSLR പോലുള്ള സാധനങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിൾ. ഇത്രയും സാധനമാണ് നമുക്കുള്ള അതിൻ്റെ കൂടെ. ഓരോന്നോരോന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിൻ്റെ അകത്ത് വരുന്നത്. കണ്ടോ, 2 OTG ഉണ്ട്, C2C ഉണ്ട്, ലൈറ്റ്നിങ് ഉണ്ട്, ഇതുണ്ട്, ഇത്രയുണ്ട്. ഇനി ഇതിനെ നമുക്ക് പൊളിച്ച് വെക്കുകയാണെങ്കിൽ ചെറിയ നല്ല ചെറിയ മൈക്ക്, ഞാൻ വീഡിയോയിൽ സാധാരണ നേരത്തെ കണ്ടതുപോലെയല്ല, നല്ല കുഞ്ഞു മൈക്കാണ്. ഞാൻ ഇത്രയും ചെറുതായിരിക്കും വിചാരിച്ചതേ ഇല്ല. കണ്ടോ, ഇതെന്താ, ഇതാണ് ഇതിൻ്റെ മാഗ്നറ്റ് കേട്ടോ. ജസ്റ്റ് കണ്ടോ, സിമ്പിളാണ്, സിമ്പിളായിട്ടിങ്ങനെ ഫസ്റ്റ് പ്രസ്സിൽ അത് ഓണാവും. ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കണക്റ്റ് ആയില്ല എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തതാണ് ഇതിപ്പോൾ 94 ആയതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് ഓണാക്കിയ സാധനമാണ്. ഇതെന്തോ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പൈസ കല്ലായൊന്നും അറിയത്തില്ല, ഇത് വർക്കായാൽ മതിയായിരുന്നു. 93 ആയി കണ്ടോ. അപ്പോൾ ഇതിപ്പോൾ തന്നെ ചാവി തീരുമല്ലേ കേസ്. അപ്പോൾ ഇത് 92 ആയി കണ്ടോ. അപ്പോൾ ഇതെന്തോ പ്രശ്നമുള്ള കേസ് കേട്ടാണ്, അതോ ഇനി പുതിയതായിട്ട് വന്നുകൊണ്ടാണോ എന്നും അറിയത്തില്ല. എന്തായാലും ഞാനിതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ശരിക്കും ഈ മൈക്കിൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന് അസസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഇത്തരത്തിലൊരു അസസ്മെൻ്റ് ആരും നടത്തിയിട്ടുണ്ടാവും. നമ്മളിപ്പം ഈവനിങ് ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരു സ്ഥലമാണിത്. നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം പരുത്തിപ്പാറ സ്ട്രീറ്റ് ഫുഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ലൊക്കേഷനാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് മോമോസ് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കടയെന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ മോഡാണ് നമ്മൾ കേൾക്കാൻ ഇത്രയും നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. നോയിസ് ഉള്ള മോഡാണ്. ഇനിയിപ്പോൾ നോയിസ് ക്യാൻസലേഷൻ്റെ മോഡ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നോയിസ് ക്യാൻസലേഷൻ മോഡ്, ഇപ്പം ക്യാൻസലേഷൻ മോഡിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം സംഭവം ഇത് ആണ് എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പം JCT മോട്ടേഴ്സ് ഇല്ലേ, ആ JCT മോട്ടേഴ്സിന് നേരെ ഓപ്പോസിറ്റാണ് ഈ ചേച്ചിമാരുടെ മോമോസ് കടകൾ. ഇവർ വന്ന സമയത്ത് ഇവിടെ കൈകൊണ്ട് തന്നെ അവരിതിനെ പരത്തിയൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പോൾ അവർ കുറേയൊക്കെ പ്രിപ്പയർ ചെയ്തൊക്കെ വരും. പക്ഷേ നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന മോമോസിൻ്റെ കടയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് ഞാൻ കഴിച്ചിട്ടുള്ള മോമോസിൽ ഏറ്റവും ബെസ്റ്റ് മോമോസാണ് നമുക്ക് ഈ പരുത്തിപ്പാറ ജംഗ്ഷനിൽ കിട്ടുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ മോഡ്. ഇനി ഒരു മോഡും കൂടെ ഉള്ളതെന്ന് വെച്ചാൽ റിവർ മോഡാണ്. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും തന്നെ ആ ചേച്ചി പെട്ടെന്ന് നമുക്ക് മോമോ നൂഡിൽസ് തന്നിട്ടുണ്ട്. മോമോ നൂഡിൽസ് ആണ് അടുത്ത് ഇവിടുത്തെ ഒരു വെറൈറ്റി ഐറ്റം. ഈ രണ്ട് സംഭവങ്ങളും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ശരിക്കും നമ്മളെ അൺബോക്സിങ് വീഡിയോ ഇപ്പോൾ വന്ന് ഫുഡ് വ്ലോഗായിട്ട് മാറിയില്ലേ. അടാറ് ടേസ്റ്റാണ് കണ്ടോ. പേഴ്സണലി ഞാനിപ്പം സ്പൈസി നൂഡിൽസാണ് വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ മോമോ നൂഡിൽസ് എന്ന് പറഞ്ഞാൽ. സൂപ്പർ സാധനമാണ്. ഞാൻ കഴിച്ചിട്ടില്ലാത്തവരോട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ മോമോ നൂഡിൽസ്. ഓക്കെ, ഇനി നമുക്കിനി ഒരു മോഡും കൂടെ ആണുള്ളത്, റിവർ മോഡാണുള്ളത്. അതും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, റിവർ മോഡ് ഓൺ ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഒരു എക്കോ പോലത്തെ ഒരു സൗണ്ട് ആയിരിക്കും കേൾക്കുന്നത് അല്ലേ. അപ്പോൾ ഈ 3 മോഡുകളാണ് ഉള്ളത്. അപ്പോൾ ഇനി ഇത് ഓക്കെ, അപ്പം ഇനി നിങ്ങൾക്ക് സ്വയമായിട്ട് അസസ് ചെയ്യാം ഇത് എത്രമാത്രം നല്ലതാണ് എന്ന് വെച്ചാൽ. മോമോസ് എത്രമാത്രം നല്ലതാണെന്നുള്ളതല്ല, മോമോസ് ബെസ്റ്റാണ്. ട്രിവാൻഡ്രത്ത് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റാണ് മോമോസ്. പക്ഷേ നമ്മുടെ മൈക്ക് ഡിജിടെക്കിൻ്റെ ഈ 116 എന്ന് പറയുന്ന ഈ മൈക്ക് എത്രമാത്രം നല്ലതാണെന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ കടയിൽ വന്ന് കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ഇട്ട് അറിയിക്കണേ. വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം പറയണം. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്കൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്